ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കരിയർ ട്രാക്കർ PSCയുടെ പുതിയ ഒരു കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ കേരളത്തിൽ പുതുതായി രൂപീകരിച്ച ഒരു കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന എക്സാമുകളിൽ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം എന്തായാലും വരുമെന്നുള്ള കാര്യം ഷുവറാണ്. ഇതിൽ പറയുന്ന എല്ലാ പോയിന്റ്സും നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്കറിയാം, കേരളത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2025 ഓഗസ്റ്റിൽ എത്തിയിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു വയോജന കമ്മീഷനെ രൂപീകരിച്ചിരുന്നു. നമുക്കറിയാം, അപ്പോൾ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വനിതാ കമ്മീഷൻ, കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ബാലാവകാശ കമ്മീഷനുകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകൃതമായിട്ടുള്ള ഒരു കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത്, വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, രാജ്യത്ത് ആദ്യമായാണ് ഇത്തരം ഒരു ലക്ഷ്യം മുൻനിർത്തി കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇത് അടുത്ത എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പോയിന്റ് എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. 2025 സംസ്ഥാന വയോജന കമ്മീഷൻ ആക്ട് പ്രകാരം രൂപവത്കരിച്ച കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. നമുക്കറിയാം, നമ്മൾ വിവരാവകാശ കമ്മീഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു കമ്മീഷൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അതിൽ പഠിക്കാറുള്ളത്? അതേ കമ്മീഷൻ ഏത് ആക്ട് പ്രകാരം നിലവിൽ വന്നു? ഇതാ, നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടി. 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് ഇതെന്ന് പറയുന്നത്, വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. എത്ര അംഗങ്ങളാണ് അതിലുള്ളത്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 അംഗങ്ങളാണുള്ളത്. ഓർത്ത് വെക്കണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ് 5 അംഗങ്ങൾ. അപ്പോൾ ശരിക്കും അംഗങ്ങൾ എത്രയാ? 4 മെമ്പേഴ്സും ഒരു ചെയർപേഴ്സണും. അങ്ങനെ ടോട്ടൽ 5 അംഗങ്ങളാണ് ഇതിൽ വരുന്നത്, നമ്മളുടെ വയോജന കമ്മീഷനിൽ വരുന്നത്. തിരുവനന്തപുരമാണ് നമ്മളുടെ വയോജന കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന അടുത്ത ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, കമ്മീഷന് അർദ്ധ ജുഡീഷ്യൽ പദവി ഉണ്ടായിരിക്കും. ഇത് പ്രസ്താവന ചോദ്യത്തിൽ വരാം. വയോജന കമ്മീഷന് അർദ്ധ ജുഡീഷ്യൽ പദവി ഉണ്ടായിരിക്കും എന്നൊരു പ്രസ്താവന നമ്മുടെ എക്സാമിന് വരികയാണെങ്കിൽ അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. വയോജന കമ്മീഷന് അർദ്ധ ജുഡീഷ്യൽ പദവി ഉണ്ടായിരിക്കും. മുൻ രാജ്യസഭാ അംഗം കെ സോമപ്രസാദാണ് പ്രഥമ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ടിരിക്കുന്നത്. ഓർത്ത് വെക്കണം, എല്ലാ കമ്മീഷനുകളുടെയും ചെയർപേഴ്സൺമാരെ നമ്മൾ പഠിക്കുന്നതാണ്. വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ്റെ ഒക്കെ ചെയർപേഴ്സൺമാരെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, ഇദ്ദേഹത്തിൻ്റെ പേരും കൂടെ ഓർത്ത് വെക്കണം. വയോജന കമ്മീഷൻ അധ്യക്ഷൻ കെ സോമപ്രസാദ്, അദ്ദേഹം മുൻ രാജ്യസഭാ അംഗം കൂടിയായിരുന്നു. പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അംഗങ്ങളുടെ പേര് എന്ന് പറയുന്നത്, അമരവിള രാമകൃഷ്ണൻ, EM രാധ, NK നമ്പൂതിരി, പ്രൊഫസർ ജോസഫ് മാത്യു എന്നിവരാണ് അംഗങ്ങൾ. ഇത്തരത്തിൽ 4 അംഗങ്ങളും ഒരു ചെയർപേഴ്സണും കൂടെ ചേർത്തിട്ട് 5 മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കമ്മീഷനാണ് എന്ത് ചെയ്തിരിക്കുന്നത്, രൂപീകരിച്ചിരിക്കുന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ചെയർപേഴ്സന്റെ പേരെന്ന് പറഞ്ഞാൽ കെ സോമപ്രസാദ്. അത്രയും പോയിന്റ്സ് എന്ത് ചെയ്യണം, ഈ പോയിന്റ് സ്ലൈഡിൽ നിന്ന് നിർബന്ധമായും പഠിച്ചു വെക്കണം. ഇനി ഇവരുടെ കാലാവധി എന്ന് പറയുകയാണെങ്കിൽ 3 വർഷമാണ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധി. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള എല്ലാ പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 വർഷമാണ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധി. ചെയർപേഴ്സൺ ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടായിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞത് ഇവിടെ കമ്മീഷൻ അർദ്ധ ജുഡീഷ്യൽ പദവി ഉണ്ടായിരിക്കുന്നതാണ്. ഈ കമ്മീഷന്റെ അധ്യക്ഷന് നമ്മൾ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഒരു സെക്രട്ടറിയുടെ റാങ്ക് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഉണ്ടായിരിക്കുക. നമ്മുടെ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ ഇതിൻ്റെ ചെയർപേഴ്സന് ഗവൺമെൻറ് സെക്രട്ടറിയുടെ ഒരു പദവിയായിരിക്കും വരിക. ഇനി എന്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം? നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിലേ പറഞ്ഞു, 60 വയസ്സിന് മുകളിലുള്ളവരുടെ ക്ഷേമം, സംരക്ഷണം, പുനരധിവാസം എന്നിവ ഉറപ്പാക്കുക, അവരുടെ ഉത്പാദനക്ഷമതയും മൗലികവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള കഴിവ് സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുക തുടങ്ങിയവയാണ് കമ്മീഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങളുടെ എല്ലാ വിധത്തിലുള്ള സംരക്ഷണങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ഉറപ്പാക്കുക, അവർക്ക് ഒരു ഉപജീവനം, അതുപോലെ തന്നെ അവരുടെ ക്ഷേമം, സംരക്ഷണം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള കമ്മീഷനാണ് സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കൊന്നും കൂടെ സമ്മറൈസ് ചെയ്യാം. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കെ സോമപ്രസാദാണ്. അദ്ദേഹം ആരായിരുന്നു? മുൻ രാജ്യസഭാ അംഗം കൂടിയായിരുന്നു. തിരുവനന്തപുരമാണ് എന്ത് വരുന്നത്, കമ്മീഷന്റെ ആസ്ഥാനം വരുന്നത്. 4 അംഗങ്ങളാണ് വരുന്നത്. അംഗങ്ങളുടെ പേര് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത് ഒരു ആക്ട് പ്രകാരമാണ്. 2025 കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ആക്ട് പ്രകാരമാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് 3 വർഷമാണ് എന്ത് വരുന്നത്, നമ്മളുടെ കമ്മീഷന്റെ കാലാവധി വരുന്നത്. അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ മെമ്പേഴ്സിനെയും കാലാവധി വരുന്നത് 3 വർഷമാണ്. അതുപോലെ തന്നെ ചെയർപേഴ്സൺ എന്തുണ്ടാവും, ഗവൺമെന്റ് സെക്രട്ടറിയുടെ പദവി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ കമ്മീഷൻ എന്തുണ്ട്, അർദ്ധ ജുഡീഷ്യൽ പദവിയും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തൊരു എക്സാമിന് ഉറപ്പായും വയോജന കമ്മീഷൻ ബേസ് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും, ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.